വേദിയിലും സദസ്സിലുമുള്ള പ്രിയങ്കരായ സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നലെ രാവിലെ 10 മണിക്ക് ആരംഭിച്ച ഈ പരിപാടി പഠന സഹവാസം സമാപിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് നേരത്തെ കിട്ടിയ നോട്ടീസിൽ 1:30 സമാപിക്കും എന്നുള്ളത്. 12:50 മുതൽ 1:30 വരെ ഒരു 40 മിനിറ്റ് സമാപന പ്രസംഗം നടത്താൻ സംഘാടകർ അനുവദിച്ചിട്ടുണ്ട്. അത്രയും ഞാൻ നടത്തൂല, വളരെ വേഗത്തിൽ സമാപിക്കും. ഈ തനിമയുടെ ചുമതല വഹിക്കുന്ന ആൾ എന്നുള്ള നിലക്ക് ഒരു ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളുകളുടെ ഒരു കഷ്ടപ്പാട് നിങ്ങൾക്കാർക്കും വേണ്ടത്ര അറിയില്ല എന്നാണ് മനസ്സിലാകുന്നത്. കാരണം ഓരോ കാര്യം ഏൽപ്പിച്ചാൽ അതുമായി ബന്ധപ്പെട്ട എല്ലാം ചെയ്യേണ്ടി വരും. ഇവിടെ ഇപ്പം എങ്ങനെയാണ് സമാപനം നടത്തുക ഞാൻ ആലോചിച്ചപ്പോൾ ഇന്നലെ രാത്രി മുതൽ ആലോചിക്കുന്നുണ്ട്. പിന്നെ ഉച്ച സമയമായതുകൊണ്ട് വേഗം അവസാനിപ്പിക്കുക എന്നുള്ളൊരു ലളിതമായ വഴി എൻ്റെ മുമ്പിലുണ്ട്. അപ്പോഴിങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി, ഇപ്പം അടുത്ത് യൂത്ത് ലിറ്റ് അല്ലേ നമ്മൾ നടത്തി, യൂത്ത് ലിറ്റ് അതവിടെ നടത്തിയപ്പോൾ അതിനും ഇതേപോലെ ഒരു സമാപനത്തിൻ്റെ ഉത്തരവാദിത്തം ഉണ്ടായിരുന്നു. കാരണം ഈ ചുമതല വഹിക്കുന്ന ആളുകൾ ഒന്നുകിൽ ഉദ്ഘാടനം ചെയ്യുക അല്ലെങ്കിൽ സമാപിക്കുക എന്നുള്ളതാണ്. ഞാൻ മിക്കവാറും സലീം സാഹിബിനോട് പറയും, അജണ്ട തയ്യാറാക്കുമ്പോൾ നിങ്ങൾ ഈ ആദ്യ സെഷനിൽ ഇടണ്ടാന്ന്. കാരണം അപ്പം എന്തെങ്കിലും ആലോചിച്ച് വരണമല്ലോ പറയാൻ. സമാപനമാകുമ്പം വൈകി എന്ന് പറഞ്ഞ് ഒഴിവാക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇവിടെ നിന്ന് കിട്ടുകയും ചെയ്യും. അവിടെ യൂത്ത് ലീറ്റിൽ എന്താണ് സമാപനം നടത്താൻ ഞാൻ ആലോചിച്ചപ്പം അതിൻ്റെ മുമ്പ് നടന്ന പരിപാടികളുണ്ട്. അതിലൂടെ ചില ആളുകളെക്കുറിച്ച് കുറച്ച് ആളുകളോടുണ്ട് പങ്കെടുത്തത്. അന്നും ഞാൻ അത് പറഞ്ഞിരുന്നു. അവിടെ നിന്നാണെങ്കിൽ കമലാ സുരയ്യയെക്കുറിച്ചും വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ചൊക്കെ അവിടെ പരാമർശിക്കപ്പെട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്ന് അതിനെക്കുറിച്ച് അങ്ങോട്ട് പറഞ്ഞു തുടങ്ങി കുറച്ച് വർത്തമാനം പറഞ്ഞിരുന്നു. അപ്പോൾ അത് ഇവിടെ നിന്ന് ഓർമ്മ വന്നപ്പോൾ ഞാൻ ഇവിടെ നിന്ന് നോക്കുമ്പോൾ അതുപോലെ തന്നെ കുറേ പേരുകളാണ് ഇവിടെയും ഓർമ്മ ഉള്ളത്. അതുകൊണ്ട് കുറച്ച് വർത്തമാനം അതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ നാടകമായിട്ടുള്ള എൻ്റെ ബന്ധം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പ്രസ്ഥാനത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നതിൻ്റെ പേരിൽ പല കാര്യങ്ങളും ഏൽപ്പിക്കുമ്പോൾ ഈ പ്രാവശ്യം വിചിത്രമായ ചുമതലകളാണ് എനിക്കുള്ളത്. കേരളത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന കേരളത്തിന് പുറത്തുള്ള ഇതര സംസ്ഥാന തൊഴിലാളികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി ഒരു വേദിയുണ്ട് നമുക്ക്, മാനവ മൈഗ്രൻ്റ് വെൽഫെയർ ഫൗണ്ടേഷൻ ഉണ്ട്. അതിൻ്റെയാണ് ഒരു ചുമതല വഹിക്കുന്നത്. വേറെ ഒന്ന് ഈ തനിമ എന്ന് പറയുന്ന പല ടൈപ്പ് ആളുകൾ ഒത്തുകൂടിയിട്ടുള്ളൊരു സാധനത്തിൻ്റെ ചുമതലയാണ്. അത് ആ സ്വഭാവത്തിലുള്ളതിൻ്റെയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്താണ് എനിക്ക് ഇതാകാനുള്ള യോഗ്യത എന്നിങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഇവിടെ കുറേ പേരുകൾ പരാമർശിക്കപ്പെട്ടത്. ഈ PM താജ്, ഞാൻ അവിടെ പറഞ്ഞിരുന്നു കമലാ സുരയ്യയും മറ്റൊക്കെയുള്ള വ്യക്തിബന്ധം ആണ് എനിക്കുള്ള യോഗ്യത എന്ന്. അതേപോലെ തന്നെ ഇവിടെ ആലോചിച്ചപ്പോൾ തോന്നിയത് ഈ നാടക ഫീൽഡിലുള്ള ആളുകളുമായിട്ട് എനിക്ക് വളരെ അടുത്ത ബന്ധമുണ്ട്. കാരണം ഒരു 40-40 കൊല്ലമായി ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരുന്നു കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമായ പണിയെന്ന് പറയുന്നത് പ്രസ്ഥാന വൃത്തത്തിന് പുറത്തുള്ള ആളുകളുമായിട്ടുള്ള ബന്ധമാണ്. പല ഇനങ്ങളിൽപ്പെട്ട ആളുകളുമായിട്ട് ബന്ധമുള്ള കൂട്ടത്തിൽ വളരെ ചെറുപ്പം മുതലേ എനിക്ക് ബന്ധമുള്ളൊരു കൂട്ടരാണ് ഈ നാടകം. നമുക്ക് എവിടെ കാര്യമായി വന്ന പേരാണ് നമ്മൾ KT മുഹമ്മദിൻ്റെ, അദ്ദേഹത്തിൻ്റെ തന്നെ മരുമകൻ PM താജിൻ്റെ പുതിയ നാടകമായിട്ട് ബന്ധപ്പെട്ട കുറേ പേര് വന്നു. ഇപ്പോൾ PM ഹനീഫ് സാഹിബിൻ്റെ ഈ പരിപാടിക്ക് പോകുമ്പോൾ തന്നെ ഇന്നലെ നമ്മളെ ജമീലിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹനീഫ് സാഹിബ് എനിക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ആ മെസ്സേജ് എനിക്കിപ്പോൾ ഓർമ്മയാണുള്ള കാരണം ഇവിടെ ഹനീഫ് സാഹിബിനെ വിളിക്കേണ്ടതായിരുന്നു, പക്ഷേ അദ്ദേഹത്തിൻ്റെയും നമ്മുടെയും കാരണങ്ങളാൽ വിളിക്കാൻ പ്രയാസമാണെന്ന് ജമീൽ സാഹിബ് പറഞ്ഞു. ആ കാരണം എന്താണെന്ന് ഞാൻ അങ്ങനെ ആലോചിച്ച് നോക്കുമായിരുന്നു. അപ്പോൾ ഈ മൂപ്പരെ മെസ്സേജ് കണ്ടപ്പോൾ മനസ്സിലായി എന്താണ് കാരണം. കാരണം ഒരു പ്രത്യേക പ്രകൃതി നാടകക്കാരൊക്കെ അങ്ങനത്തെ ആളുകളായിരിക്കും. പല ദ്വയാർത്ഥമുള്ള നമ്മൾ പറയാറുണ്ട്, മോശമായല്ല, പക്ഷെ പല അർത്ഥങ്ങളില്ല, ബഹു അർത്ഥമുള്ള പദപ്രയോഗങ്ങൾ ഉപയോഗിക്കാൻ കഴിയുന്ന ആൾ. അങ്ങനെയാണെങ്കിൽ ഒരു മെസ്സേജ് അയച്ചത്. ഇങ്ങനെ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. PM ഹനീഫ് സാഹിബുമായിട്ട് പിന്നെ സിവിക് ചന്ദ്രനുമായി, എൻ്റെ നാട്ടുകാരനായ ഒരു കൊല്ലേരി ശിവരാമനുണ്ട്, വലിയ നാടകത്തിൻ്റെ ആളാണ്. ഇങ്ങനത്തെ ആളുകളുമായിട്ട് വളരെ അടുത്തൊരു ബന്ധമുള്ളത് കൊണ്ട് നാടകവുമായിട്ട് ചെറുപ്പത്തിൽ എനിക്ക് ബന്ധമുണ്ട്. ഞാൻ കാണാറുണ്ട് നാടകം. നേരത്തോടെ പറഞ്ഞു ഒട്ടകം വീണ്ടും എന്നുള്ള നാടകത്തെക്കുറിച്ച്. 1979 ഇറാൻ വിപ്ലവം ഉണ്ടായതിനെ തുടർന്ന് കാരന്തൂർകാരനായ ഷെരീഫ് കാരന്തൂർ എഴുതിയ നാടകമാണ് സിമിയുടെ സമ്മേളനത്തിൽ മാനാഞ്ചിറ മൈതാനിയിൽ വെച്ച് അവതരിപ്പിച്ചതാണ് ഒട്ടകം വീണ്ടും എന്നുള്ള നാടകം. അന്ന് മുതൽ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നു. അതാണ് ഇതിനുള്ളൊരു നാടകവുമായിട്ട് എനിക്കുള്ള ബന്ധം എന്ന് ഓർമ്മപ്പെടുത്തി. അതുകൊണ്ട് വല്ലാതെ തനിമയുടെ ചുമതല വഹിക്കുന്ന ആൾ എന്ന അർത്ഥത്തിൽ നിർബന്ധിത സാഹചര്യത്തിൽ ഈ പണി ചെയ്യുക എന്നതിനപ്പുറം എന്തോ ഒരു പഴയകാല ബന്ധമൊക്കെ ഓർത്തെടുക്കുവാൻ സഹായകമാവുന്നു തനിമയുമായി ബന്ധപ്പെട്ട പരിപാടികളുടെ പങ്കാളിത്തം എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ചെറുപ്പത്തിൽ ഞാനൊരു നാടകം കണ്ടിരുന്നു, വളരെ ചെറുപ്പത്തിൽ, അതുകൊണ്ട് ഒരു 7 വയസ്സ് 8 വയസ്സൊക്കെ ഉള്ള കാലത്ത്. ഖുർആൻ 36 ജുസ് എന്നായിരുന്നു ആ നാടകത്തിൻ്റെ പേര്. നമ്മുടെ നാട്ടിലെ മദ്രസയിൽ
അപ്പോൾ അന്ന് ആ നാടകം അവിടെ നിന്ന് കണ്ട്, എൻ്റെ വീടന്ന് കോഴിക്കോട് നഗരത്തിലാണ്, കുടുംബ വീട് കക്കോടിയുമാണ്. അവിടുത്തെ മദ്രസയിലാണ് ഈ ഖുർആൻ 36 ജുസ് എന്നുള്ള നാടകം അവതരിപ്പിക്കുന്നത്. വളരെ ചെറിയ പ്രായമാണ്, 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ്. ആ നാടകം കണ്ടിട്ട് എന്താണ് ഇങ്ങനെ ഖുർആൻ 36 ജുസ് എന്ന് ആലോചിച്ച് ചോദിച്ചു വന്നപ്പോൾ എൻ്റെ അയൽവാസിയായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ നാടകക്കാരായിട്ടുള്ള ബന്ധം. PM താജുമായിട്ട് എനിക്ക് വ്യക്തിപരമായി വളരെ അടുത്ത ബന്ധമുണ്ട്. എൻ്റെ ഒരു രാഷ്ട്രീയ ഗുരുനാഥനാണ് അദ്ദേഹം. എന്നെക്കാൾ ഒരു 10 വയസ്സ് മൂത്ത ആളാണെങ്കിലും വീട് തൊട്ടടുത്തടുത്ത് കോഴിക്കോട് നഗരത്തിൽ PM താജ് റോഡിൻ്റെ ഇങ്ങേ സൈഡിലാണ് ഞാൻ താമസിക്കുന്നത്, അങ്ങേ സൈഡിലാണ് താജ് താമസിക്കുന്നത്. വളരെ അടുത്ത ആളുകൾ നടത്തും. ചെറിയ പ്രായത്തിൽ സ്കൂളൊക്കെ പോകുന്നതിന് മുമ്പ് തന്നെ താജുമായിട്ട് വളരെ അടുത്ത ആത്മബന്ധം തന്നെയുണ്ട്. പൊതുവിഷയങ്ങളിൽ ഇടപെട്ട് പ്രവർത്തിക്കൽ മനുഷ്യരുടെ ബാധ്യതയാണ് എന്ന് ഞാൻ പഠിച്ചു തുടങ്ങിയത് ഇസ്ലാമിക പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടൊന്നുമല്ല, താജിൽ നിന്നാണ്. താജിൻ്റെ ഓരോ കാര്യങ്ങൾ, താജിൻ്റെ ഏതാണ്ട് എല്ലാ നാടകങ്ങളും ഞാൻ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. താജ് വളരെ ചെറുപ്പത്തിൽ മരണപ്പെട്ടു പോയ ആളാണ്. താജുമായുള്ള എൻ്റെയൊക്കെ വ്യക്തിപരമായ ബന്ധം കാരണമായി മുഴുസമയവും മദ്യപിച്ചുകൊണ്ടല്ലാതെ ഈ താജിനെ കാണാനേ കഴിയില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ വിവാഹ ദിവസമെങ്കിലും മദ്യപിക്കാതിരിക്കണം എന്ന് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ചട്ടം കെട്ടിയത് കുട്ടികളായ നമ്മളോടായിരുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, നിങ്ങൾ ഈ എന്തിനാണ് നിങ്ങളിങ്ങനെ കുടിക്കാതിരിക്കണമെന്ന് പറയുന്നത്? ഞാൻ കാര്യമായ എഴുത്തും മറ്റു കാര്യങ്ങളൊക്കെ സാധിക്കുക മദ്യപിച്ചാലാണ്. അതേപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിൽ ഞാനെന്തോ പോയി ഇടങ്ങേറായി കളയുമെന്ന് വിചാരിച്ചാണല്ലോ ഇന്ന ആളുകളല്ലേ നിങ്ങളോട് പറഞ്ഞു തന്നത്, നിങ്ങളെ ചട്ടം കെട്ടിയിട്ടുള്ളത്, ഇന്നെങ്കിലും മദ്യപിക്കാതിരിക്കണമെന്ന്. അതുകൊണ്ട് അവിടെയും ഞാൻ വിജയകരമായി തന്നെയായിരിക്കും ആ മേഖലയും കൈകാര്യം ചെയ്യുക. വിജയകരമായി കൈകാര്യം ചെയ്യണമെങ്കിൽ ഇത് കുറച്ച് അകത്തെത്തണം. അവിടെ എന്തൊക്കെയാണ് ചെയ്യാന്നുള്ള കുട്ടികളായ നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഇതിൽ നിങ്ങൾ എന്നെ നിർബന്ധിക്കുക, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അപ്പം നിങ്ങൾ വന്ന് ഇടപെട്ടോളേണ്ടി എന്ന് നമ്മളോട് പറഞ്ഞു. അത്രമാത്രം ബന്ധം അദ്ദേഹവുമായിട്ടുണ്ടായിരുന്നു. അദ്ദേഹം എന്ന് പറയുന്നത് ഒരു അസാധാരണമായ നാടക പ്രതിഭയാണ്. അദ്ദേഹവുമായിട്ടുള്ള എൻ്റെ വ്യക്തിപരമായ വൈകാരിക ബന്ധവും കൂടി പരിഗണിച്ചുകൊണ്ട് ഞാൻ SEOയുടെ ചുമതല വഹിക്കുന്ന ഘട്ടത്തിൽ 2 വിദ്യാർത്ഥി സമ്മേളനങ്ങൾ നടത്തിയിരുന്നു. നമ്മളൊന്ന് എറണാകുളത്തും ഒന്ന് വടകരയിലും. അവിടെ ഇദ്ദേഹത്തിൻ്റെ കുടുക്ക എന്ന് പറയുന്ന ഒരു നാടകം അവതരിപ്പിച്ചിരുന്നു. രാവുണ്ണി PA മനീഫ് സാഹിബാണ് സംവിധാനം ചെയ്തത്. വടകര 2 സ്ഥലത്തും അവതരിച്ചു. ഈ രാവുണ്ണി എന്ന് പറയുന്ന നാടകം അദ്ദേഹം അതിനും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയതാണ്. പക്ഷേ IMFും ലോകബാങ്കും കടക്കണിയും ഒക്കെ നമ്മളൊക്കെ ആ വാക്കുകൾ കേൾക്കുന്നതിൻ്റെ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അത് സംബന്ധമായി വളരെ മനോഹരമായ നാടകം എഴുതിയ ആളാണ് അദ്ദേഹം. ഞാൻ പറഞ്ഞു വരുന്നത് ഇതെന്ന് വെച്ചാൽ, നാടകം എന്ന് പറയുന്നതിന് വലിയ സ്വാധീനം ആളുകളിൽ ഉണ്ടാക്കാൻ കഴിയും. ചെറിയ കുട്ടിപ്രായത്തിൽ തന്നെ നാടകവുമായി ബന്ധപ്പെട്ട ഈ 36 ജുസ് ഖുർആൻ എന്ന് പറയുന്ന നാടകത്തെക്കുറിച്ച് സംശയം ചോദിക്കുന്ന ഈ താജിനോട് അന്ന് താജ് പറഞ്ഞൊരു വാചകമുണ്ട്. ഈ നാടകക്കാർ KT മുഹമ്മദും താജുമൊക്കെ എങ്ങോട്ടാണ് ഇതുവഴി ഉപയോഗപ്പെടുത്തിയ ആളുകളെ നയിക്കുന്നത് മനസ്സിലാകും. അത് ആ ഖുർആനും 36 ജുസല്ല, ഇനി 56 ജുസായാലും അതുകൊണ്ടൊന്നും നടത്താൻ കഴിയില്ല. ആ നാടകത്തിൽ ഖുർആൻ്റെ ചില പ്രത്യേകതകൾ കൂടിയായിരുന്നു. എന്താണെന്നൊക്കെ താജ് ചോദിച്ചു. അപ്പോൾ ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെയാണ് എന്ന്, വളരെ ചെറുതാണെങ്കിലും ഇന്ന കാര്യങ്ങളൊക്കെയാണെന്ന് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഖുർആൻ അതുപോലെ ബൈബിള് ഇത്തരം സംഗതികളൊന്നും നമ്മൾ ഇനി ആവശ്യമില്ല പുതിയ സമൂഹത്തിന്. അതിന് വേറെ ചില കാര്യങ്ങളാണ് ആവശ്യം. അതിനുവേണ്ടിയാണ് ഞാൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്, നിങ്ങൾ എൻ്റെ കൂടെ കൂടണമെന്ന് പറഞ്ഞിട്ടാണ് കുട്ടികളെ നമ്മളൊക്കെ കൂട്ടിയത്. KT മുഹമ്മദിൻ്റെ നാടകവും ആ സ്വഭാവത്തിലുള്ളതാണ്. ഇത് ഭൂമിയാണെന്നുള്ളതിനെ കുറിച്ച് ഇവിടെ പരാമർശിച്ചു. ആ പാട്ട് ഇന്നലെ കുഞ്ഞാലി മാഷ് പറഞ്ഞു, ഇന്നിപ്പം ജമീൽ മാഷും അവിടെ ചൊല്ല. ആ നാടകത്തിൽ ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. ആ പാട്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ ഒരു പെൺകുട്ടി അവളെ ബാപ്പയോട് ചോദിക്കുകയാണ്. അങ്ങനെയാണ് ഇസ്ലാമിലെ അടിസ്ഥാന വിശ്വാസമായ മരണാനന്തര ജീവിതത്തിലുള്ള വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന ഒരൊറ്റ വാചകമാണ് അതിലുള്ളത്. എല്ലാ ബാപ്പാ, തീ ഇങ്ങനെ ആളിക്കത്തുമ്പോൾ ഈ മുടിനാരേഴായി ചീന്തിയിട്ട് അതിന്മേൽ പാലം പണിതിട്ട് അതിൽ നടക്കണമെന്നല്ലേ എന്നാണല്ലോ. അങ്ങനെ തീ ഇങ്ങനെ ആളിക്കത്തുമ്പോൾ ഈ മുടിനാരേഴായി ചീന്തി ഇതിങ്ങനെ അവിടെ വെച്ചാൽ അതങ്ങോട്ട് ഉരുകിപ്പോവില്ലേ എന്ന് ചോദിക്കും. എന്നുവെച്ചാൽ മരണാനന്തര ജീവിതത്തിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് ഇത്രയേറെ അബദ്ധജടിലമാണ് എന്ന് ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് KT മുഹമ്മദ് അത് അതിലുണ്ടാക്കിയത്. നാടകത്തിന് വലിയ ഇപ്പോൾ EMSN എന്നല്ല ഇവിടെ നമ്മൾ ചർച്ച വന്ന വേറൊരു നാടകമാണ് ഈ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്നുള്ള തോപ്പിൽ ബാസിയുടെ. ആ നാടകത്തെക്കുറിച്ച് EMS പറഞ്ഞൊരു വാചകമുണ്ട്, വളരെ ശ്രദ്ധേയമായൊരു വാചകമാണ്. EMS പറഞ്ഞിട്ടുണ്ട്, ഈ പരമപിള്ളല്ലേ നാടകം, തോപ്പിൽ ബാസിയുടെ പരമപിള്ളയുടെ നാടകം കണ്ടിട്ടാണ് ലക്ഷക്കണക്കിന് ആളുകൾ കമ്മ്യൂണിസ്റ്റുകാർ. തോപ്പിൽ ബാസിയുടെ പരമപിള്ള കമ്മ്യൂണിസ്റ്റ് ആയത് കാരണത്താലാണ് ലക്ഷക്കണക്കിന് കേരളക്കാർ കമ്മ്യൂണിസ്റ്റുകാരായി മാറിയത്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഏറ്റവും അധികം പ്രയോജനപ്പെട്ട ഒരു നാടകമാണ് എന്നൊക്കെ. അതിൻ്റെ ഇടയ്ക്ക് വേറൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഇന്നലെ അവിടെ പറഞ്ഞു ജമീൽ മാച്ചോട് ഇവിടെ ചർച്ചയിൽ വന്നിരുന്നു EMSൻ്റെ അഭിനയത്തെക്കുറിച്ച്. ഇവിടെ 2 ചർച്ച വന്നുകൊണ്ട് നമുക്ക് ചരിത്രവുമായി ബന്ധപ്പെട്ട തെറ്റിദ്ധാരണ കൊടുക്കണ്ട എന്ന് വെച്ചിട്ട് പറയുകയാണ്. EMS ആ നാടകത്തിലല്ല അഭിനയിച്ചത്. നേരത്തെ ഇവിടെ നമ്മളെ ജമീൽ മാച്ചാണ് തോന്നുന്നത്
പേര് പറഞ്ഞു അതല്ല അതുമല്ല അല്ല. നിങ്ങൾ നേരത്തെ ഒരു പേര് പറഞ്ഞു. ഇല്ല, ഞാൻ നല്ല പറഞ്ഞു കുഞ്ഞാലി മാഷോട്, പേരിനോടൊപ്പം മറന്നുപോയി. ഇവിടെ നിൽക്കുമ്പോൾ പേര് അതൊന്നല്ല. തൊഴിൽ 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 കേന്ദ്രത്തിലേക്ക് എന്ന് പറയുന്ന ആ നാടകത്തിലാണ് EMS അഭിനയിച്ചത്. ഇവിടുന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രയോജനം ചെയ്ത ഒന്നാണ് നാടക മേഖല എന്ന് പറയുന്നത്. ഞാൻ അത് നിർമ്മിക്കുന്നില്ല. നമ്മളെ ഇസ്ലാമിക നാടക പാരമ്പര്യത്തെക്കുറിച്ചും ഇന്നലെ ഇവിടെ ഒരുപാട് പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഈ പരിപാടിയിൽ ഏറ്റവും ശ്രദ്ധേയമായ പരിപാടികൾ എന്ന കൂട്ടത്തിൽ എണ്ണാവുന്ന ഒന്നാണ് നമ്മളെ ജാബിർ സുലൈമും മറ്റേ റഫീഖ് പോത്തുകല്ലും സലാം കൊടിയത്തൂരും കൂടി പങ്കെടുത്ത ആ പരിപാടി എന്നത്. കാരണം ഇത്ര സമയം പോയത് തന്നെ നമ്മൾ അറിഞ്ഞില്ല. നമുക്ക് വലിയൊരു നാടക പൈതൃകവും പാരമ്പര്യത്തിൻ്റെയും ഉടമകളാണ് നമ്മൾ. പക്ഷെ അതൊക്കെ ഈ ഇവിടെ ഏറ്റവും ഒടുവിൽ വന്ന ചർച്ചയിലും കേട്ടു അതൊക്കെ എവിടെയും രേഖയാക്കണമെന്ന്. നമ്മൾ തനിമയുടെ ചരിത്രം എഴുതണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കണ്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് എനിക്കിവിടെ പറയാനുള്ളത്. ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ വലിയൊരു നാടകത്തിൻ്റെ പാരമ്പര്യത്തിൻ്റെ പിന്മുറക്കാർ എന്നുള്ള നിലക്ക് സമൂഹത്തിൽ നമുക്ക് നിർവഹിക്കുവാനുള്ള പ്രധാനപ്പെട്ട ദൗത്യ നിർവഹണത്തിന് ഏറ്റവും സഹായകമായ ഒന്നാണ് നാടകമെന്ന് പറയുന്നത്. എൻ്റെ രൂപവും ഭാവവും സ്വഭാവവും ഒക്കെ കാലത്തിനനുസരിച്ച് മാറി വന്നേക്കാം. അപ്പോഴൊക്കെ തന്നെ നമ്മൾ വലിയ സാധാരണ ആളുകളെപ്പോലെ വെറുതെ ജീവിക്കുന്ന ഒരു കൂട്ടരല്ലല്ലോ. നമ്മൾ വലിയൊരു ദൗത്യം അള്ളാഹു സുബ്ഹാനഹു വ തആലയാൽ ഏൽപ്പിക്കപ്പെട്ടൊരു വിഭാഗമാണ് നമ്മൾ. അത് രാജ്യത്തുള്ള മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളല്ലാത്ത സഹോദരങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ സന്ദേശം എത്തിച്ചു കൊടുക്കുക എന്നൊരു ഉത്തരവാദിത്വമുണ്ട്. മുസ്ലിം സമുദായം ദീനിൻ്റെ അടിസ്ഥാന മാർഗ്ഗത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരതിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്ന ഉത്തരവാദിത്വമുണ്ട്. മുസ്ലിം സമുദായത്തിന് മനുഷ്യൻ്റെ തന്നെ ഉള്ളിൽ തന്നെയുള്ള ഈ ആസ്വാദനം എന്ന് പറയുന്ന ഒന്ന് ദീനിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് തന്നെ ആസ്വദിക്കാൻ കഴിയുന്നൊരവസ്ഥ ഉണ്ടാവേണ്ടതുണ്ട്. ഇതൊക്കെ സാധ്യമാവുന്ന ഒരു മേഖലയാണ് നാടക മേഖല എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് വെളിച്ചം നാടകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കിട്ടിയിട്ടുണ്ട്. അതിനൊക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും സാധ്യമായ അളവിൽ നമ്മളെ ദൗത്യം നിർവഹിക്കണമെന്ന് മാത്രമാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. ഞാൻ സാധാരണ ഇത്തരം ക്യാമ്പുകളിലൊക്കെ പറയാറുണ്ട്, ആ കാര്യം ഇവിടെയും ആവർത്തിക്കുകയാണ്. നമ്മൾ ചെയ്യേണ്ട പണി ഇപ്പോൾ ഇവിടെ ജമീൽ മാഷും ഇക്മത്തും ഇന്നലെ അവരൊക്കെ ചർച്ചയിൽ നമ്മൾ കുറേ കാര്യങ്ങൾ കേട്ടു. അവർക്ക് പല കാര്യങ്ങളെക്കുറിച്ച് എന്തിനെക്കുറിച്ച് നമ്മൾ പറയുമ്പോഴും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് വിശദീകരിക്കാൻ കഴിയുന്നത് അവരൊരുപാട് പരിപാടികൾ കണ്ടിട്ടുണ്ട്. ഒരു പ്രത്യേക നാടകത്തെക്കുറിച്ച് എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു ജമീൽ മാഷോട്, നിങ്ങൾ മദ്രാസിനാണോ അത് കണ്ടത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു കോഴിക്കോട് നിന്നാണത് കണ്ടത്. ഇങ്ങനെ നമ്മുടെ നാട്ടിൽ തന്നെ ധാരാളം പല സ്വഭാവത്തിലുള്ള പരിപാടികൾ ഉണ്ടാവാറുണ്ട്. നമ്മൾ ചെയ്യേണ്ട ഒരു പണി ഇത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അത് എല്ലാം നമ്മൾ പോയി കാണുക, എല്ലാ ആളുകളുമായും ബന്ധമുണ്ടാക്കുക, വിവിധ തലങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുമായി സ്വകാര്യ ബന്ധങ്ങൾ നമ്മൾ ശക്തിപ്പെടുത്തുക. വിശേഷം കുട്ടികളായ ആളുകൾ കാര്യമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. അതോടൊപ്പം തന്നെ എല്ലാ സംഗതി കമ്മ്യൂണിസ്റ്റുകാരുടേതായാലും നാസ്തികരുടേതായാലും മതവിരോധികളുടേതായാലും ഇനി മതാനുയായികളുടേതായാലും നമ്മൾ പറയുന്ന വളരെ താണ സ്വഭാവത്തിൽ നാടകം എന്ന് പറഞ്ഞാൽ എല്ലാം പോയി കാണുക. അപ്പോൾ നമുക്ക് പുതിയ പല കാഴ്ചപ്പാടുകളും അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് കിട്ടും. ആ ലഭിച്ച കാഴ്ചപ്പാടുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ആഗ്രഹിക്കും വിധമുള്ള പരിപാടികൾ ആളുകൾക്ക് വേണ്ടി സംഘടിപ്പിക്കുന്നതിന് നേതൃപരമായ പങ്ക് വഹിക്കുക എന്നതാണ് നമ്മൾ നിർവഹിക്കാനുള്ള ദൗത്യം. അതിന് ധാരാളം വെളിച്ചം ഇന്നലെ ഇന്നുമായി നടന്ന പരിപാടിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനൊക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമ്മൾ നിർവഹിക്കാനുള്ള ദൗത്യം ഏറ്റെടുത്ത് നടത്തുവാൻ സന്നദ്ധരായി മുന്നോട്ട് വരിക. പടച്ചമ്പുരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. 2 ദിവസം കിട്ടിയ ഈ കാര്യങ്ങൾ അനുഭവം അത് പൂർണ്ണമായ അർത്ഥത്തിൽ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്ത് മനുഷ്യർക്ക് പ്രയോജനകരമായ സ്വഭാവത്തിൽ നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായി പ്രയോജനം ലഭ്യമാകുന്ന സ്വഭാവത്തിൽ ആ കഴിവുകളെ വിനിയോഗിക്കുവാനുള്ള തൗഫീക്ക് പടച്ചവരാൻ നമുക്ക് അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം.